+1 നിങ്ങൾക്ക് ഓണം എക്സാം കഴിഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇനി എക്സാം വരാനിരിക്കുന്നവരാകാം. ഈ രണ്ട് കാറ്റഗറിയാണ് എൻ്റെ മുന്നിൽ ഈ വീഡിയോ കാണുന്നവരുള്ളത്. അവരോട് ഈ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, എക്സാം കഴിഞ്ഞ ഒരു ഒറ്റ കാര്യം ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എക്സാമിന് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, വന്നിട്ടുണ്ട്. ഈ എക്സാം കഴിയാത്തവർ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഓണം എക്സാമിന് ചോദിക്കാൻ 99.99% ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് എന്നുള്ള വെൽക്കം ടു എഡ്യൂപോഡ് +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനൽ. ഇറ്റ്സ് മീ യുവർ നാഫി. അതാണ് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ് എന്ന് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ത്, ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് മെസപ്പൊട്ടോമിയ. മെസപ്പൊട്ടോമിയയുടെ എഴുത്ത് സമ്പ്രദായത്തെക്കുറിച്ച് വിവരിക്കാൻ നമുക്കറിയാം. ആൻസർ എന്താ? ക്യൂനിഫോം ആണ്. ക്യൂനിഫോമിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടത് കേട്ടോ. ഇതില്ലാത്തൊരു ഓണം എക്സാം പോലും നിങ്ങൾക്ക് നിങ്ങളുടെ സീനിയേഴ്സിന് എന്ത് ചെയ്തിട്ടില്ല, കടന്നു പോയിട്ടില്ല. എക്സാം കഴിഞ്ഞവർ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മാരി, ദ സിറ്റി ഓഫ് മാരി അല്ലേ, മാരി നഗരത്തിൻ്റെ ഫീച്ചേഴ്സ് എല്ലാ തവണയും 4 മാർക്കിന് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പഠിച്ചു വെച്ചോണ്ടി ദ ഫീച്ചേഴ്സ് ഓഫ് മാരി. അടുത്ത നോക്കിക്കോ, കഴിഞ്ഞ 3 കൊല്ലത്തെ പബ്ലിക് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യനും ഒരുപാട് തവണ ഓണം എക്സാമിന് നിങ്ങൾ കണ്ടിട്ടുള്ളതായൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, ദ കോൺട്രിബ്യൂഷൻ ഓഫ് മെസപ്പൊട്ടോമിയ ഇൻ ദ ഫീൽഡ് ഓഫ് ടൈം റെക്കോർഡിംഗ് ആൻഡ് മാത്തമാറ്റിക്സിലെ ഗണിതശാസ്ത്രത്തിലും ടൈം റെക്കോർഡിംഗിലെ, അതായത് എന്താണ്, കറണ്ട് നിർമ്മാണത്തിലും മെസപ്പൊട്ടോമിയയുടെ സംഭാവന. ഈ ക്വസ്റ്റ്യൻസ് ആണ് റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇത് തന്നെയാണ് നിങ്ങൾക്ക് ഓണം എക്സാം ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. അടുത്തതാണ് എൻ എംപയർ അക്രോസ് 3 കോണ്ടിനെൻറ്റ്സ് അല്ലേ, റോമൻ എംപയറിനെ കുറിച്ച് പറഞ്ഞ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, എക്കണോമിക് ആൻഡ് സോഷ്യൽ ലൈഫ് ഓഫ് ആൻഷ്യൻ റോം. ജനങ്ങളുടെ, അതായത് റോമിലെ ജനങ്ങളുടെ സാമ്പത്തിക സാമൂഹിക ജീവിതം വിശകലനം ചെയ്യാൻ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എക്കണോമിക് എക്സ്പാൻഷൻ എഴുതണം, അവരുടെ കുടുംബ ജീവിതത്തെക്കുറിച്ച് എഴുതണം. ഈ പോയിന്റ്സ് ഒക്കെ ഇതിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യണം കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, അനലൈസ് ദ ബേസിക് ഫീച്ചർ ഓഫ് റോമൻ സൊസൈറ്റി എക്കോണമി ദ ബേസ് ഓഫ് ഫോളോയിങ്. എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്, ജെൻഡർ ലിറ്ററസി ആൻഡ് കൾച്ചർ അല്ലേ, ലിംഗഭേദം, സാക്ഷരത, സംസ്കാരം, അവരുടെ സാക്ഷരതയെ കുറിച്ചിട്ടും അവരുടെ സംസ്കാരത്തെക്കുറിച്ചിട്ടും ആ നാട്ടിലെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും അവസ്ഥയെക്കുറിച്ചിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ 2 ക്വസ്റ്റ്യൻസുമാണ് ഈ ഒരു ചാപ്റ്ററിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാടാ, യെസ് അതാ, ക്രിട്ടിക്കൽ ഇവാലുവേറ്റ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കണ്ടീഷൻ ഓഫ് ആൻഷ്യൻ റോം ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഹിൻസ്. എന്തൊക്കെയാണ്, എക്സ്പാൻഷൻ ആൻഡ് കൺട്രോളിംഗ് ഓഫ് വർക്കേഴ്സ് അല്ലേ, അതായത് എക്കണോമിക് എക്സ്പാൻഷൻ സാമ്പത്തിക വികസനത്തെയും തൊഴിലാളികളുടെ നിയന്ത്രണത്തെയും അടിസ്ഥാനമാക്കിയിട്ട് റോമിനെ കുറിച്ച് വിവരിക്കാനാണ്. അപ്പോൾ റോമിനെ കുറിച്ച് വിവരിക്കാൻ ഇതിൽ 3 ഹിന്റുകൾ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് എല്ലാ തവണയും എക്സാമിന് കാണാറുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കോ, ഈ ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും കേട്ടോ. അടുത്ത ഒറിജിൻ ഓഫ് ഹ്യൂമൻസ് എന്നുള്ള നമ്മുടെ ചാപ്റ്റർ 3, പണ്ടത്തെ ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി ടൈം എന്നുള്ള ചാപ്റ്ററിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണെന്ത്, ഓസ്ട്രോപിത്തേക്കസിൻ്റെയും ഹോമോ ഫീച്ചേഴ്സ് എന്ത് ചെയ്യാൻ, കമ്പയർ ചെയ്യാൻ. ഇത് രണ്ടിൻ്റെയും ഫീച്ചേഴ്സ് എക്സാമിന് 4 മാർക്കിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഹൊമിനോയിഡ്സും ഹൊമിനിഡ്സും അല്ലെ, ഹൊമിനോയിഡുകളും ഹൊമിനിഡുകളും തമ്മിലുള്ള ഡിഫറൻസ്. ഇതും എന്ത് ചെയ്യാറുണ്ട്, 4 മാർക്കിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അടുത്ത എന്താണ്, റൈറ്റ് എനി 3 ways which early humans obtain food. ആദിമ മനുഷ്യർക്ക് ഭക്ഷണം ലഭിച്ച 3 വഴികൾ നിങ്ങൾ വ്യക്തമാക്കാൻ. ഇതും 3 മാർക്കിന് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. പഠിച്ചു വെക്കണേ, ഓർത്ത് വെക്കണേ, സെറ്റ് ആക്കണേ. അടുത്ത എന്താണ്, ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ട 4 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി 2 ഡിഫറെന്റ് വ്യൂസ് അബൌട്ട് ദ ഒറിജിൻ ഓഫ് ഹ്യൂമൻസ്, ഗിവ് ആർഗ്യുമെന്റ് സപ്പോർട്ട് ദ വ്യൂസ്. ആദിമ മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ച് 2 വ്യത്യസ്ത വീക്ഷണം ഏതൊക്കെയാണ്, വീക്ഷണ പിന്തുണ വാദങ്ങളിൽ. അപ്പോൾ 2 തിയറികൾ നമുക്കറിയാം, റീജണൽ കണ്ടിന്യൂറ്റി മോഡലും അതേപോലെ റീപ്ലേസ്മെന്റ് മോഡലും അല്ലേ, പ്രാദേശിക തുടർച്ച വാദവും അതേപോലെ തന്നെ എന്താണ്, പകരം വെക്കൽ മാതൃകയും. ഈ 2 മാതൃകകളും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചത്. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുക, ഓണം എക്സാമിന് ചോദിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഓണം എക്സാമിന് 99.99% ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് ഒക്കെ നമ്മൾ ഇന്നത്തെ ലൈവിലാണ് ഡിസ്കസ് ചെയ്യുക. എല്ലാവരും കറക്റ്റ് ലൈവിലേക്ക് എത്തണം. അത് മാത്രമല്ല ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്, അതൊക്കെ നിങ്ങൾ കണ്ട് സെറ്റാക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാതിരിക്കും. ബൈ.